Hi everyone, welcome to smartlearn. Now we are going concern എന്താണ് പഠിക്കാൻ പോകുന്നത്. Okay, so going concern എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ going concern അതായത് going എന്ന് പറയുന്നത് എന്താണ്? അതൊരു കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ? അപ്പോൾ അതായത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം going എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേപോലെ തന്നെ going concern എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ വിചാരിക്കുകയാണ് ഞാനിത് എന്താണ് ഈ ഒരു വർഷം മാത്രം അല്ലെങ്കിൽ ഞാനിത് നെക്സ്റ്റ് ഇപ്പൊ പെട്ടെന്ന് നിർത്തും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഒരാളും ബിസിനസ് തുടങ്ങില്ല. എല്ലാവരും അവരുടെ ഡ്രീമാണ്, അത് അവരുടെ എന്താണ് ലക്ഷ്യമാണ് അവരുടെ ലൈഫിലെ ഒരു ബിസിനസ്മാൻ ആവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്, എല്ലാവരും എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുക, ഞാനത് ലൈഫ് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, എനിക്ക് ഒരുപാട് റവന്യൂ ഏൺ ചെയ്യണം, എനിക്ക് ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യണം, അതോടൊപ്പം എനിക്ക് ഗ്രോ ചെയ്യണം, എനിക്ക് ഗ്രോത്ത് വേണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ അതേ സെയിം ഒരു അസംഷനിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ അക്കൗണ്ട്സിന്റെ നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. അതായത് ബിസിനസ് ഒരിക്കലും നിയർ ഫ്യൂച്ചറിൽ എൻഡ് ചെയ്യാൻ പോകുന്നില്ല, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കണ്ടിന്യൂഡ്. ഓക്കെ, അത് കുറച്ച് ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്ക് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള അസംഷനിൽ ആണ് നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് അവിടെ രണ്ട് വേർഡ്സും വരുന്നത്, ഷോർട്ട് ടേമും ലോങ് ടേമും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷോർട്ട് ടേം ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി, അല്ലെങ്കിൽ ഫിക്സഡ് അസെറ്റ്, കറന്റ് അസെറ്റ്. ഇതൊക്കെ നമ്മൾ വേർതിരിക്കാനുള്ള കാരണം ഈ ഒരു ബേസിസിന്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. ഓക്കെ, ഇപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന് വിചാരിച്ച് ബിസിനസ് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും കറന്റ് അസെറ്റ്, ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി, ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഷോർട്ട് ടേം തന്നെ ആയിരിക്കും. ഓക്കെ, വിത്തിൻ ദാറ്റ് അക്കൗണ്ടിങ് ഇയർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് തന്നെ ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. അപ്പൊ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, ഇറ്റ് വിൽ ബി ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ എ സഫീഷ്യന്റ്ലി ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പൊ ചില അൺഫോർസീൻ ആയിട്ട് നമ്മൾ ചില അൺസർട്ടനിറ്റി, ചിലപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ ബിസിനസ് എൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും അത് തുടങ്ങുന്നത് ഒരിക്കലും അത് നിയർ ഫ്യൂച്ചറിൽ എൻഡ് ചെയ്യും എന്നുള്ള രീതിയിലല്ല. ഓക്കെ, സോ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് പല ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട എക്സാമ്പിൾസ് ആണ് എന്താണ്, അതിന്റെ ഇഫക്ട്സ് ആണ്. ഫിക്സഡ് അസെറ്റ് ആർ ഡിപ്രീഷിയേറ്റഡ് ഓവർ ദ പീരീഡ് ഓഫ് ദെയർ യൂസ്. ഫിക്സഡ് അസെറ്റ് നമ്മൾ ഒരിക്കലും ഫിക്സഡ് അസെറ്റിന്റെ കോസ്റ്റ് പ്രൈസിൽ നമ്മൾ അതിന്റെ കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഫിക്സഡ് അസെറ്റ് വാങ്ങിയ വിലയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാ വർഷവും എന്താണ് അതിന്റെ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അതൊരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ബേസിസിലാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫേം ക്യാൻ എൻറ്റർ ഇൻ ടു ലോങ് ടേം കോൺട്രാക്ട്സ്. ഓക്കെ, ഈ ഒരു ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് ഫേം ലോങ് ടേം കോൺട്രാക്ട്സിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതുപോലെ ലോങ് ടേം ലോൺസ് അവർ എടുക്കുന്നതും ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിലാണ്. നിയർ ഫ്യൂച്ചറിൽ ഞാൻ അവസാനിപ്പിക്കും എന്നുള്ള ഒരു ആള് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നതിൽ ഒരിക്കലും ലോങ് ടേം കോൺട്രാക്ട്സിൽ ഏർപ്പെടുകയോ ലോങ് ടേം ലോൺ എടുക്കുകയോ ചെയ്യില്ല. അതേപോലെ തന്നെ അസെറ്റ്സിനെ ഫിക്സഡ് അസെറ്റ്, കറന്റ് അസെറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട, ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് അസെറ്റ്, കറന്റ് അസെറ്റ്, അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി, ഷോർട്ട് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ബെനിഫിറ്റ് ആ ഒരു സെയിം അക്കൗണ്ടിങ് ഇയറിൽ തന്നെ കിട്ടും. അതിനാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ ബെനിഫിറ്റ് വരാൻ പോകുന്ന വർഷങ്ങൾ അല്ലെങ്കിൽ കുറച്ചും അധികം വർഷങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ഈ ഒരു കോൺസെപ്റ്റിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ എ സഫീഷ്യന്റ്ലി ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, ഇറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നമ്മൾ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. അതിനാണ് നമ്മൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോകൾക്ക് പ്ലീസ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു.